ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്നും ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു മുന്തിരി ഹൽവ വീട്ടിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. മുന്തിരിയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഹൽവ ഉറപ്പായിട്ടും ഇഷ്ടമാകും. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പുതിയ വീഡിയോകൾ ഇടാനുള്ള പ്രചോദനം. അപ്പോൾ എങ്ങനെയാണ് ഈ ഹോം മെയ്ഡ് ഗ്രേപ്സ് ഹൽവ വീട്ടിൽ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. മുന്തിരി നല്ല പഴുത്ത മുന്തിരി നോക്കിയെടുക്കണം. അതുപോലെ തന്നെ നല്ല കളറുള്ള മുന്തിരിയും കൂടി നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മുന്തിരിയിൽ ഒത്തിരി വിഷാംശം ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 മണിക്കൂറോളം മുന്തിരി ഉപ്പിലിട്ടിട്ട് സോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ മുന്തിരികളും മാറ്റിയെടുക്കാം. അങ്ങനെ മുന്തിരികളെല്ലാം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ മുന്തിരിയെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഫ്ലെയിം ജസ്റ്റ് ഒന്ന് ഓണാക്കുക. അതിന് ശേഷം വേണം പാത്രം വയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ മുന്തിരിയെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ച് എന്ന് വെച്ചാൽ മുന്തിരിയുടെ മധുരം കൂടെ നോക്കിയതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട്. നമുക്കിത് ഒന്ന് മൂടി വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. അപ്പോൾ ഞാൻ ഒരു പാത്രം വെച്ചിട്ട് മൂടി വയ്ക്കുകയാണ്. നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് ഇതിൽ നന്നായിട്ട് ഈ മുന്തിരികളെല്ലാം ഒന്ന് പൊട്ടി വരണം. അപ്പോൾ ഞാൻ എടുത്ത മുന്തിരിക്ക് അത്ര കളറില്ലായിരുന്നു. അപ്പോൾ കളറ് കൂട്ടാനുള്ളൊരു ടിപ്പാണ്. ഞാൻ ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. അത് ഒരു കട്ടി കുറഞ്ഞ് ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പീസുകൾ ഈ മുന്തിരിയുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന മുന്തിരിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു ടിപ്പാണ്. നമ്മുടെ മുന്തിരി ജ്യൂസ്, അതുപോലെ മുന്തിരി ഹൽവ എന്തും ഉണ്ടാക്കുമ്പോഴും കളറില്ല എങ്കിൽ ഈ രീതിയിൽ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. നല്ല കളറും കിട്ടും, ടേസ്റ്റിനൊരു വ്യത്യാസവും ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് ഇതിരുന്ന് തിളക്കിട്ടെ. ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ബീട്രൂട്ടിൻ്റെ കളറെല്ലാം ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് നന്നായിട്ട് തിളച്ച് ഈ ബീട്രൂട്ടിൻ്റെ കളറെല്ലാം നൽകണം. ഇതുണ്ട്, ഇപ്പോൾ നമ്മുടെ മുന്തിരിക്ക് നല്ല കളറ് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളെ എടുത്ത് മാറ്റാം. അങ്ങനെ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ മുന്തിരി നന്നായിട്ട് പൊട്ടി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുന്തിരി ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ മുന്തിരി നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് വെള്ളത്തോട് കൂടിയിട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. അങ്ങനെ മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മുന്തിരി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ചിട്ട് ഒഴിച്ചു മാറ്റാം. ഇത് കണ്ടില്ലേ, നല്ല ജ്യൂസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക്, ഒരു പാനിലേക്ക് ഒഴിക്കാം. നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അവിടെ ഇരുന്ന് തിളക്കട്ടെ. ആ സമയത്ത് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് ഒരു പാത്രത്തിലേക്ക്. ഇത് നമുക്ക് ഈ ഹൽവയും നന്നായിട്ട് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കട്ടിയൊന്നുമില്ലാണ്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. കോൺഫ്ലവർ പെട്ടെന്ന് തിക്കാവും. ഇപ്പോൾ നമ്മുടെ ഹൽവയ്ക്കുള്ള ഈ ജ്യൂസ്, മുന്തിരി ജ്യൂസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം തീർത്തും കുറച്ച് വെച്ചിട്ട് വേണം നമുക്ക് കോൺഫ്ലവർ ആഡ് ചെയ്യാൻ. ഒരു കൈ കൊണ്ട് ഇളക്കി മറു കൈ കൊണ്ട് കോൺഫ്ലവർ ആഡ് ചെയ്യണം. അപ്പോൾ ഈ കോൺ ഒഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് മുന്തിരിയുടെ ജ്യൂസ് കട്ടയാവും. അപ്പം തീ തീർത്ത് സ്ലോ ആക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ഇത് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചതായിരുന്നു, അതുകൊണ്ടാണ് വൈറ്റ് കളറിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് പഞ്ചസാരയുടെ ടേസ്റ്റ് ഉണ്ടോ, എങ്ങനെയാണ് മധുരം എന്നൊക്കെ ഉള്ളത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ബദാമും അതുപോലെ
ബദാമും അണ്ടിപ്പരിപ്പുമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. വീട്ടിൽ ഉള്ളത് അനുസരിച്ച് ഓരോരുത്തർ ചേർക്കുക, ഇത് തന്നെ ചേർക്കണമെന്നില്ല. ഇപ്പോൾ കണ്ട നമ്മുടെ മുന്തിരിയുടെ ഹൽവയുടെ കളറൊക്കെ നല്ല കളറാണ്. അപ്പം ഞാനെടുത്ത മുന്തിരിക്ക് കളറില്ലായിരുന്നെങ്കിലും നമ്മൾ ആ ബീട്രൂട്ട് ചേർത്ത് കൊടുത്തപ്പം നല്ല കളറ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പം നെയ്യ് ചേർക്കുമ്പം നല്ല ഫ്ലേവറാണ്. അപ്പം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഒരു പാത്രത്തിലെ നെയ്യ് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഞാൻ അടിഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം കയ്യിലുള്ളതനുസരിച്ച് ഓരോരുത്തരിടുക. ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും ഒന്ന് നന്നായിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ നമ്മുടെ റെഡിയായ ഹൽവ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ പാത്രത്തിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു. നമുക്ക് മേൽഭാഗം ഒന്ന് ലെവൽ ചെയ്യാം. അങ്ങനെ നന്നായിട്ട് ആറിയ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ആറാനായിട്ട് വെയിറ്റ് ചെയ്യുക. മുന്തിരിയുടെ ഫ്ലേവറാണ്. മുന്തിരിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും 100% ഇഷ്ടമാകും. വളരെ സിമ്പിളായി വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം നമ്മൾ ഉണ്ടാക്കിയതാണ്. മധുരം നോക്കുക, ഓരോരുത്തരുടെ എടുക്കുന്ന മുന്തിരിയുടെ അനുസരിച്ച് മധുരം യൂസ് ചെയ്യുക. എൻ്റെ മുന്തിരിക്ക് നല്ല മധുരമുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഹൽവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, വായിലിട്ട് നന്നായിട്ട് അലിഞ്ഞു പോകുന്ന ഇതാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യുക. നമ്മുടെ മുന്തിരി വളരെ സോഫ്റ്റാണ്, കാണാനും നല്ല ഇതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.